ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും EVSൽ നിന്ന് മാറി അടിപൊളിയായിട്ട് സയൻസ് പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സയൻസിൽ തന്നെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് അറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ആസിഡ്? അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആസിഡും ആസിഡിൻ്റെ സം ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി എന്താണ് നമ്മൾ ഈ ആസിഡ് എന്ന് പറയുന്നത്? നമുക്ക് ഓൾറെഡി നല്ല കേട്ട് പരിചയമുണ്ട്. സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇങ്ങനെ കുറേ ആസിഡുകളെയും നമുക്ക് കേട്ട് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ആസിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആരെയാണ് നമ്മൾ ആസിഡ് എന്നൊക്കെ വിളിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ വിനാഗിരി ആയിക്കോട്ടെ, ലെമൺ ജ്യൂസ് ആയിക്കോട്ടെ, ബാറ്ററി ആസിഡ് ആയിക്കോട്ടെ, സോഡ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആസിഡ്സ് ആണ്. അപ്പോൾ ആസിഡ്സ് മാത്രമല്ല ബേസും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആസിഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ എന്തായിരിക്കും? സോർ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സോർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുളി രുചി അല്ലേ? ഒരു പുളി രുചിയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരിക അല്ലേ? അപ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയാം? നമുക്കറിയാം, നമുക്ക് സോർ ടേസ്റ്റ് ആണെന്ന് അറിയാമെങ്കിലും എല്ലാ ആസിഡിനെയും പോയിട്ട് നമുക്ക് നക്കി നോക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. കാരണം എന്താ? പല ആസിഡ്സും ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ആസിഡ്സാണ്. നിങ്ങൾക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസൊക്കെ അറിയാലോ, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡാണ്. അതൊക്കെ നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ തന്നെ ഭയങ്കര ബേണിങ് സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ടേസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയേ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുറേ വെള്ളം പോലത്തെ കളറിൽ അല്ലേ, കുറേ ആസിഡ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലെ തന്നെ കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് വെള്ളമാണോ അല്ലെങ്കിൽ ആസിഡാണോ ബേസ് ആണോ എന്നൊക്കെ ഉള്ളത്? അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാനാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യും? റെഡ് കളർ ആവും. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ എന്താ? ഇൻഡിക്കേറ്റർ ആണ്. ഇനി നോക്കിക്കേ, ആസിഡ്സ് ആർ സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ഹീറ്റ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. നമ്മളൊരു ആസിഡിനെ വെള്ളത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ പുറകിൽ നമ്മളൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹീറ്റിംഗ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആസിഡ് സൊല്യൂഷൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആസിഡ് എന്ത് ചെയ്യും? വെള്ളത്തിലാകുന്ന സമയത്തിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ദേ ആർ കൊറോസീവ്. എന്തേ കൊറോസീവ്? നിങ്ങൾക്കറിയാം, ഈ ഇരുമ്പായിക്കോട്ടെ അല്ലെങ്കിൽ കുറേ ആളുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെറ്റൽസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പൊടിഞ്ഞ് ഇല്ലാതായി പോകും അല്ലേ? അപ്പം മെറ്റൽസിനെ നശിച്ചു പോകുന്നതിൻ്റെയാണ് നമ്മൾ എന്ത് പറയുക? ലോഹം നശിച്ചു പോകുന്നതിനെയാണ് കൊറോഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ആസിഡ്സിന് എന്തിൻ്റെ കഴിവുണ്ട്? മെറ്റൽസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓൾ ആസിഡ്സ് ജനറലി കണ്ടെയ്ൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൽ നമ്മൾ പൊതുവെ എന്തുണ്ടെന്ന് പറയാറുണ്ട്? ഹൈഡ്രജൻ പ്രസന്റ് ആണെന്ന് പറയാറുണ്ട്. ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റൽ മോസ്റ്റ് ഓഫ് ദ ആസിഡ്സ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ എടുക്കാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതൊരു ആസിഡാണെന്ന് വിചാരിക്കുക. ഈ ആസിഡിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? മെറ്റലിനെ ഇട്ടു. അപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് ഒരു ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്. ഏത് ഗ്യാസാണ് പുറത്തേക്ക് പോയെന്നറിയാമോ? അതാണ് ഹൈഡ്രജൻ. അപ്പോൾ മെറ്റൽസും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്യാസാണ് ഉണ്ടാവുക എന്ന് ചോദിക്കും. അത് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസാണ്. ആസിഡ്സ് റിയാക്ട് വിത്ത് ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ. അതായത് ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാവോ എൻ്റെ മക്കൾക്ക്? സാൾട്ട്, ലവണങ്ങളാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വെള്ളവും ഉണ്ടാവും. ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആസിഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇനി ആസിഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, പുളി രുചിയുള്ള ആളുകളാണ്. നമ്മൾ ലെമണൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പുളി ഫീൽ ചെയ്യുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ലെമണിൻ്റെ അകത്ത് സിട്രിക് ആസിഡാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആസിഡിൻ്റെ പ്രസൻസിൽ നമുക്ക് ആ പുളി രുചി മനസ്സിലാക്കാം. പക്ഷേ കെമിക്കലി ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നും നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എഡിബിൾ ആയിട്ടുള്ള അല്ല, അത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചില ആളുകൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില എഡിബിൾ ആയിട്ടുള്ള ആളുകളിലും ആസിഡ് പ്രസൻ്റ് ആണ്. പക്ഷെ അത് ഭയങ്കര വീര്യം കുറഞ്ഞതായിരിക്കും. പക്ഷേ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര എന്താണ്? പോയിസണസ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ആളുകളാണ്.
അപ്പോൾ ജനറൽ ആയിട്ടൊരു ഐഡിയ എല്ലാവർക്കും ആസിഡ്സിനെ കുറിച്ച് കിട്ടിയല്ലോ. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.